നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് മുതൽ ബിടെക് വരെ കേരള സർക്കാരിൻ്റെ മെഗാ തൊഴിൽമേള. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് എംപ്ലോയ്മെൻറ്റ് വകുപ്പ് വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന തൊഴിൽമേളയിൽ IT, ഹോസ്പിറ്റാലിറ്റി, ഓട്ടോമൊബൈൽ, പാരാമെഡിക്കൽ, മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലെ 70-ൽ പരം പ്രമുഖ തൊഴിൽദായകർ പങ്കെടുക്കും. 10ാം ക്ലാസ്, +2, ബിരുദം, ITI, ഡിപ്ലോമ, ബിടെക്, പാരാമെഡിക്കൽ, ട്രാവൽ ആൻഡ് ടൂറിസം യോഗ്യതയുള്ളവർക്ക് അവസരം. www.jobfest.kerala.gov.in വഴി തൊഴിൽദായകർക്ക് ഓഗസ്റ്റ് 16 മുതൽ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8921916220, 8304057735, 7012212473. സെപ്റ്റംബർ 7 നീതി 2024 മെഗാ തൊഴിൽമേള, ഗവൺമെൻറ് വിമൻസ് കോളേജ്, വഴുതക്കാട്. റെസ്ലിംഗ് അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ട്. കായിക യുവജന കാര്യാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള തൃശ്ശൂർ സ്പോർട്സ് ഡിവിഷനിലെ കുന്നംകുളം സ്കൂളിലേക്ക് ഒരു റെസ്ലിംഗ് അസിസ്റ്റൻറ്റ് പരിശീലകനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കോച്ചിങ്ങിൽ ഡിപ്ലോമ, അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയും ബന്ധപ്പെട്ട കായിക ഇനത്തിൽ മതിയായ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവരുടെ അഭാവത്തിൽ പ്രവൃത്തി പരിചയമില്ലാത്തവരെയും പരിഗണിക്കും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് 13 രാവിലെ 10 മണിക്ക് കായിക യുവജന കാര്യാലയത്തിൽ എത്തിച്ചേരണം. അപേക്ഷാ ഫോം വകുപ്പിൽ നിന്ന് നേരിട്ട് ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047123266644. കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡൻറ്റ്. കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലെ ENT വിഭാഗത്തിൽ സീനിയർ റെസിഡൻറ്റ് തസ്തികയിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് വേക്കൻ്റ് ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 16 രാവിലെ 11 മണിക്ക് നടത്തും. വിശദ വിവരങ്ങൾക്ക് കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. പത്തനംതിട്ട നേഴ്സിംഗ് കോളേജിൽ ട്യൂട്ടർ ഒഴിവ്. പത്തനംതിട്ട സർക്കാർ നേഴ്സിംഗ് കോളേജിൽ ഒഴിവുള്ള 2 ട്യൂട്ടർ തസ്തികയിൽ 1 വർഷ കാലാവധിയിൽ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വേക്കൻ്റ് ഇൻ്റർവ്യൂ നടത്തുന്നു. പ്രതിമാസ സ്റ്റൈഫൻഡ് 25,000 രൂപ. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ, സ്വകാര്യ, സ്വാശ്രയ നേഴ്സിംഗ് കോളേജിൽ നിന്നും MSc നേഴ്സിംഗ്, KNM, MC രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം, ആധാർ, പാൻ, വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖ എന്നിവയുമായി ഓഗസ്റ്റ് 14 രാവിലെ 10 മണിക്ക് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ കാര്യാലയത്തിൽ ഹാജരാകണം. കുടുംബശ്രീ വിവിധ ജില്ലാ മിഷനുകളിൽ ഒഴിവുള്ള NRLMA അക്കൗണ്ട് തസ്തികയിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിൽ ഒഴിവുകൾ. നിയമന രീതി കരാർ നിയമനം. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 31/3/2025 വരെ, അതിനുശേഷം പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ ദീർഘിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത BCom, DCA, ടാലി. പ്രായപരിധി 30/6/2024 40 വയസ്സിൽ കൂടാൻ പാടില്ല. പ്രവൃത്തി പരിചയം സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകൾ, സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ, പ്രോജക്റ്റുകൾ, കുടുംബശ്രീ എന്നിവയിൽ ഏതെങ്കിലും അക്കൗണ്ടൻ്റായി 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധം. വേതനം 30,000 രൂപ പ്രതിമാസം. ജോലിയുടെ സ്വഭാവം കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന വിഷ്ഠിത പദ്ധതിയായ NRLMA പദ്ധതിയുടെ ഭാഗമായുള്ള സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുക.
അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഓഗസ്റ്റ് 16 വൈകുന്നേരം 5 മണി വരെ. അപേക്ഷ അയക്കാനുള്ള ലിങ്കും ഔദ്യോഗിക വിജ്ഞാനവും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിലെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഫീമെയിൽ കാറ്റഗറി നമ്പർ 18/2022 തസ്തികയിൽ ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം ഓഗസ്റ്റ് 21 രാവിലെ 10:30 മുതൽ. ഫിസിഷ്യൻ കാറ്റഗറി നമ്പർ 12/2023 തസ്തികയുടെ അഭിമുഖം 22 രാവിലെ 10:30 മുതലും. ഗുരുവായൂർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് മെയിൽ കാറ്റഗറി നമ്പർ 17/2022 അഭിമുഖം 22 രാവിലെ 11 മുതലും തിരുവനന്തപുരത്തെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറുടെ ക്രമത്തിലായിരിക്കും അഭിമുഖം. നിശ്ചയിക്കപ്പെട്ട സമയത്ത് നേരിട്ട് ഹാജരാകാത്ത ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. അഭിമുഖത്തിൻ്റെ തീയതി, സമയം, സ്ഥലം ഇവ സംബന്ധിച്ച വിശദാംശങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ അവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് സംബന്ധിച്ച SMS നൽകും. ഓഗസ്റ്റ് 16 വരെ അറിയിപ്പ് ലഭിക്കാത്ത ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം വിവിധ ഒഴിവുകളിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നു. പ്രോജക്റ്റ് അറ്റൻഡൻറ്റ് ലാബ്, പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ്, പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ലാബ്, പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ്, പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ്, സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ, പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ, സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ, പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് സയൻറ്റിഫിക് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിയമനം. പ്രായപരിധി 35 വയസ്സ്. പ്രോജക്റ്റ് അറ്റൻഡൻറ്റ് ലാബ് ആകെ ഒഴിവുകൾ 1. യോഗ്യത 10ാം ക്ലാസ്, ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ലൈസൻസ്. ശമ്പളം 16,000 രൂപ. പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് യോഗ്യത MSc ഹോം സയൻസ്. ശമ്പളം 16,000 പ്ലസ് HRA. പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ലാബ് യോഗ്യത BSc MLT പരിചയം 1 വർഷം. ശമ്പളം 18,000. പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് യോഗ്യത MSc ബയോ കെമിസ്ട്രി. ശമ്പളം 16,000 പ്ലസ് HRA. പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് യോഗ്യത MSc കെമിസ്ട്രി, മെറ്റീരിയൽ സയൻസ്, പോളിമർ കെമിസ്ട്രി, ബന്ധപ്പെട്ട ബ്രാഞ്ച്. ശമ്പളം 16,000 പ്ലസ് HRA. പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പരിചയം 2 വർഷം. ശമ്പളം 20,000. സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ യോഗ്യത MTech. ശമ്പളം 25,000. പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ക്ലറിക്കൽ യോഗ്യത ബിരുദം. ശമ്പളം 17,000. സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ യോഗ്യത ബിരുദാനന്തര ബിരുദം. ശമ്പളം 25,000 പ്ലസ് HRA. പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് സയൻറ്റിഫിക് യോഗ്യത MSc. ശമ്പളം 16,000 പ്ലസ് HRA. ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് 19 മുമ്പായി ഓൺലൈൻ അപേക്ഷ നൽകാം. അപേക്ഷിക്കുന്നതിന് മുമ്പായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിൽ മൊത്തം 312 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ തസ്തികയിലേക്കാണ് നിയമനം. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഓൺലൈൻ വഴി അപേക്ഷ നൽകാം. ശമ്പളം 35,000 രൂപ മുതൽ 1,42,000 രൂപ വരെ. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെ. സംവരണ വിഭാഗക്കാർക്ക് വയസ്സിളവുണ്ട്. യോഗ്യത ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ. ഇംഗ്ലീഷ് നിർബന്ധമായും. ഹിന്ദിയിൽ ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഐച്ഛിക വിഷയം അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷ. അല്ലെങ്കിൽ ഹിന്ദി നിർബന്ധമായും ഇംഗ്ലീഷുള്ള ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഐച്ഛിക വിഷയം. അല്ലെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒഴികെയുള്ള ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം. ഹിന്ദി മീഡിയവും ഇംഗ്ലീഷും നിർബന്ധിതം അല്ലെങ്കിൽ ഐച്ഛിക വിഷയങ്ങളായി അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള വിഷയം. സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ. ഇംഗ്ലീഷ് നിർബന്ധമായും. ഹിന്ദിയിൽ ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഐച്ഛിക വിഷയം അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള വിഷയം. അല്ലെങ്കിൽ ഹിന്ദി നിർബന്ധമായും ഇംഗ്ലീഷുള്ള ഒരു അംഗീകൃത സർവകലാശാലയുടെ
ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഐച്ഛിക വിഷയം അല്ലെങ്കിൽ ഡിഗ്രി തരത്തിലുള്ള വിഷയം അല്ലെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒഴികെയുള്ള ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം ഹിന്ദി മീഡിയവും ഇംഗ്ലീഷും ഒരു നിർബന്ധത അല്ലെങ്കിൽ ഐച്ഛിക വിഷയമായി അല്ലെങ്കിൽ മാധ്യമമായി ഡിഗ്രി തലത്തിലുള്ള വിഷയം. അപേക്ഷാ ഫീസ് SC ST വനിതകൾ PWBD വിമുക്ത ഭടന്മാർ എന്നിവർക്ക് അപേക്ഷാ ഫീസില്ല. മറ്റുള്ളവർക്ക് 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് SSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപേക്ഷിക്കുന്നതിന് മുമ്പായി കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 25. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.